നമസ്കാരം. കേരളത്തിൽ നിന്ന് 7 ജില്ലകളിൽ മിന്നൽ പ്രളയ മുന്നറിയിപ്പ്. കേരളത്തിൽ ഉടനീളം ഇന്ന് മഴ സാധ്യതയാണ്. ഉച്ചയ്ക്ക് ശേഷം കിഴക്കൻ മേഖലകളിൽ ഇടിയോടുകൂടി മഴയുണ്ടാകും. തെക്കൻ കേരളത്തിലാണ് ഇന്ന് ആദ്യം മഴ സാധ്യത. പിന്നീട് വടക്കും മഴ വ്യാപിക്കും. രാത്രിയോടെയാകും വടക്കൻ കേരളത്തിൽ മഴ ലഭിക്കുക. എല്ലാ ജില്ലകളിലും മഴ ലഭിക്കാൻ അനുകൂലമായ അന്തരീക്ഷ സ്ഥിതിയാണുള്ളത്. തെക്ക് കിഴക്കൻ അറബിക്കടലിലെ ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായിട്ടുണ്ട്. ലക്ഷദ്വീപിന് സമീപമാണ് ന്യൂനമർദ്ദം ഇപ്പോഴുള്ളത്. അടുത്ത 24 മണിക്കൂറിൽ ഇത് തീവ്ര ന്യൂനമർദ്ദമാകും. ഇതോടൊപ്പം ബംഗാൾ ഉൾക്കടലിൽ നിന്ന് അറബിക്കടലിലേക്ക് കേരളം വഴി ഒരു ന്യൂനമർദ്ദ പാത്തി കടന്നു പോവുകയാണ്. തെക്കൻ കേരളത്തിന് മുകളിൽ അന്തരീക്ഷ ചുഴിയും കന്യാകുമാരി കടലിൽ ഒരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നു. നേരത്തെ പറഞ്ഞ അന്തരീക്ഷ സാഹചര്യങ്ങൾ കേരളത്തിൽ തുലാവർഷത്തെ ശക്തിപ്പെടുത്താൻ സഹായിക്കും. പെട്ടെന്നുള്ള ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റും ഇടിമിന്നലും എന്നിവയൊക്കെ പ്രതീക്ഷിക്കാം. കേരളത്തിൽ ഇപ്പോൾ ലഭിക്കുന്ന കനത്ത മഴയെ തുടർന്ന് ചില ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രളയ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം ജില്ലകളിലാണ് മിന്നൽ പ്രളയ സാധ്യത. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനുമാണ് സാധ്യത. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വ്യാഴാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ടിനും വാഹനങ്ങളിലെ കാഴ്ച മങ്ങുവാനും സാധ്യതയുള്ളതിനാൽ ഗതാഗതക്കുരുക്കിന് സാധ്യതയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ടിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലയോര മേഖലകളിൽ ഉള്ളവരും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക. തെക്ക് കിഴക്കൻ അറബിക്കടലിനും ലക്ഷദ്വീപിനും മുകളിലായുള്ള തീവ്ര ന്യൂനമർദ്ദവും തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയുമാണ് സംസ്ഥാനത്ത് മഴ കണക്കാനിടയാക്കിയത്. ചക്രവാത ചുഴി 2 ദിവസത്തിനകം അതിശക്തമായ തീവ്ര ന്യൂനമർദ്ദമായി മാറിയേക്കും. അതിനാൽ തന്നെ അടുത്ത 7 ദിവസം സംസ്ഥാനത്ത് മഴ തുടരും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ തീരങ്ങളിലും അതിനോട് ചേർന്ന കടൽ പ്രദേശങ്ങളിലും മണിക്കൂറിൽ 35 മുതൽ 5 കിലോമീറ്റർ വരെയും ചിലപ്പോൾ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഈ ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ ഇടുക്കിയിൽ ജാഗ്രത തുടരുകയാണ്. ജലസാഹസ വിനോദങ്ങൾക്ക് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ നിരോധനം തുടരുന്നുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പിൽ നേരിയ കുറവാണ് രേഖപ്പെടുത്തിയത്. നിലവിൽ സെക്കൻഡിൽ 9000 ഘനയടി വെള്ളമാണ് ഒഴുക്കിവിടുന്നത്. 13 ഷട്ടറുകൾ 1.5 മീറ്റർ വീതം ഉയർത്തി 138.95 അടിയുള്ള ജലനിരപ്പ് 137 അടിയിലേക്കായി ക്രമീകരിക്കും. ഇടുക്കി ജില്ലയുടെ അതിർത്തി മേഖലകളിൽ ശമനമില്ലാതെ മഴക്കെടുതികൾ തുടരുകയാണ്. വിവിധ മേഖലകളിൽ ഉരുൾപൊട്ടി കൃഷിനാശമുണ്ടായി. 100 കണക്കിന് വീടുകൾ വെള്ളത്തിലായി. കുമളി പഞ്ചായത്തിലെ 10 മുറി, ഒട്ടകത്തലമേട്, വെള്ളാരംകുന്ന് ഭാഗങ്ങളിൽ ശനിയാഴ്ച രാത്രി ഉരുൾപൊട്ടി. തുടർച്ചയായി 2ാം ദിവസം കുമളി പഞ്ചായത്തിലെ ഒട്ടേറെ സ്ഥലങ്ങളിൽ വെള്ളത്തിലായി. വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി ഭീകരമായ നാശനഷ്ടമാണ് ഉണ്ടായത്. വലിയ തോതിൽ കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട്. നാശനഷ്ടം സംഭവിച്ച ഔദ്യോഗിക കണക്കുകൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. പ്രദേശത്ത് മണ്ണിടിഞ്ഞും മറ്റും ഒട്ടേറെ വീടുകൾ അപകടാവസ്ഥയിലാണ്. ഇവിടെ പകൽ തെളിഞ്ഞ അന്തരീക്ഷമാണ്. രാത്രി അപ്രതീക്ഷിതമായി മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന മഴയാണ് ആശങ്ക വിധിക്കുന്നത്. ജില്ലയുടെ പല ഭാഗങ്ങളിലും മഴയുണ്ട്. വൈകിട്ടും രാത്രി സമയങ്ങളും ഒക്കെയാണ് ഈ മഴ പെയ്ത്. തൊടുപുഴ മേഖലയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് മിന്നലോടുകൂടി ശക്തമായ മഴയാണ് പെയ്തത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. അടുത്ത 2 ദിവസം യെല്ലോ അലർട്ട് ഉണ്ട്. മഴയ്ക്കൊപ്പം മിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ ജാഗ്രത തുടരണമെന്നാണ് നിർദ്ദേശം. ജില്ലയിലെ ജലാശയങ്ങളിലെ ബോട്ടിംഗ്, കയാക്കിംഗ് ഉൾപ്പെടെയുള്ള എല്ലാവിധ ജലവിനോദങ്ങളും, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മലയോര മേഖലകളിലെ ട്രക്കിങ്ങും, അഡ്വഞ്ചർ, ജീപ്പ് സഫാരി, മറ്റെല്ലാത്തരം സാഹസിക വിനോദങ്ങളും ഓറഞ്ച്, റെഡ് അലർട്ടുകൾ നിലവിലുള്ള ദിവസങ്ങളിൽ നിർത്തിവെക്കണമെന്ന കളക്ടറുടെ ഉത്തരവുണ്ട്.